എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൾട്ടർനേറ്ററിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു, അതിന്റെ വർക്കിംഗ് പഠിച്ചു. അപ്പൊ നമുക്ക് അറിയാം ആൾട്ടർനേറ്ററിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ആർമേച്ചറിൽ 3 ടൈപ്പ് വൈൻഡിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ വൈൻഡിങ്ങിന്റെ കണക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ വൈൻഡിങ്സ്, ആർമേച്ചറിന്റെ വൈൻഡിങ്സ് നമുക്ക് 2 രീതിയിൽ കണക്ഷൻ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റാർ, രണ്ടാമത്തെ ഡെൽറ്റ. ഓർത്ത് വെക്കുക, സ്റ്റാർ ആൻഡ് ഡെൽറ്റ. അപ്പൊ നമുക്ക് ആ കണക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ ആണ്. അപ്പൊ ഇതാണ് സ്റ്റാർ കണക്ഷൻ. അപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ 3 വൈൻഡിങ് അല്ലെ. ഇതൊന്ന്, ഇത് 2, 1, 2, 3. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ആർമേച്ചറിൽ എത്ര വൈൻഡിങ് ഉണ്ടാവും? 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു അല്ലെ. അപ്പൊ 3 ഫേസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ 3 വൈൻഡിങ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വൈൻഡിങ്, ഇത് 2, ഇത് 3. അപ്പൊ എല്ലാ വൈൻഡിങ്ങിനും 2 എൻഡുകൾ ഉണ്ടാവും അല്ലെ. ഒരു കോയിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു എൻഡിന് സ്റ്റാർട്ടിങ് എൻഡ്, അടുത്തത് എന്ത് ചെയ്യാം, ഫിനിഷിങ് എൻഡ്. അപ്പൊ നോക്കുക, 3 നമ്മളുടെ വൈൻഡിങ്സിന്റെ സ്റ്റാർട്ടിങ് എൻഡ് ആണ് എസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് എൻഡ് ആണ് എസ്. ഈ കാണുന്ന എസ് എല്ലാം എന്താണ്, സ്റ്റാർട്ടിങ് എൻഡുകളാണ്. അതുപോലെ ഫിനിഷിങ് എൻഡുകളാണ് ഈ കാണുന്ന എഫ്. അപ്പോ എല്ലാ വൈൻഡിങ്ങിനും സ്റ്റാർട്ടിങ് എൻഡുകളും ഉണ്ടാവും, ഫിനിഷിങ് എൻഡുകൾ ഉണ്ടാവും. ഇനി സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് എല്ലാ വൈൻഡിങ്ങിന്റെയും സ്റ്റാർട്ടിങ് എൻഡുകൾ എന്ത് ചെയ്യുക, ജോയിന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ ചെയ്തിരിക്കുന്നത്, സിമിലർ എൻഡുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് ഒരു ജംഗ്ഷൻ എന്ത് ചെയ്തു, ഫോം ചെയ്തു. ബാക്കി എൻഡുകൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ എൻഡുകൾ എല്ലാം കൂടി എന്ത് ചെയ്യുക, ജോയിന്റ് ചെയ്ത് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർ കണക്ഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിമിലർ എൻഡ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താ, എല്ലാ വൈൻഡിങ്ങിന്റെയും ഫിനിഷിംഗ് എൻഡ് എന്ത് ചെയ്യാൻ ജോയിന്റ് ചെയ്ത് ഒരു ജംഗ്ഷൻ ആക്കിയാലും അത് എന്ത് കണക്ഷനാണ്, സ്റ്റാർ കണക്ഷൻ ആണ്. അപ്പൊ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വൈൻഡിങ്ങിന്റെയും സ്റ്റാർട്ടിങ് എൻഡുകൾ എന്ത് ചെയ്യുക, ജോയിന്റ് ചെയ്യുക, എന്നിട്ട് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുക. ഈ പോയിന്റിന് ഈ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് കാണുന്നു, ഈ പോയിന്റിന് നമ്മൾ എന്ത് പറയും, ന്യൂട്രൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണക്ഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർ കണക്ഷൻ. അപ്പൊ നോക്കുക, വൈൻഡിങ്ങൾ എല്ലാം കൂടി ജോയിന്റ് ചെയ്തു. ആ ജോയിന്റിങ് ചെയ്ത എൻഡിനെ നമ്മൾ എന്ത് പറയുന്നു, ന്യൂട്രൽ എന്ന് പറയുന്നു. ഇനി ഓരോ എൻഡുകൾ, വൈൻഡിങ്ങിന്റെ ഓരോ എൻഡുകളെയും നമ്മൾ ഓരോ കളേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു ഫേസ്, ഇതൊരു ലൈനാണെന്ന് വിചാരിക്കുക. ഇത് R എന്ന് പറയാം. അതിനെ റെഡ് കളർ വെച്ച് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ അടുത്തത് Y, അടുത്തത് B. Y എന്ന് പറഞ്ഞ യെല്ലോ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ. അപ്പൊ നമ്മൾ ഓരോ ഫേസും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഓരോ കളറുകളാണ്, റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പൊ അത് നമ്മൾ R, Y, B എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഇത്രയാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച്, ഇതിന്റെ കറണ്ടിനെയും വോൾട്ടേജിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇതിലെ 3 എൻഡുകൾ ഉണ്ട് അല്ലെ. അപ്പോ ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഫേസ് വോൾട്ടേജ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ്. അപ്പൊ ശ്രദ്ധിക്കുക, ആറിനും ന്യൂട്രലിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും, ഫേസ് വോൾട്ടേജ് എന്ന് പറയും. അതുപോലെ വൈക്കും എന്നിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് എന്ത് പറയും, ഫേസ് വോൾട്ടേജ്. ബിക്കും എന്നിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും, ഫേസ് വോൾട്ടേജ്. അപ്പൊ ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും, ഫേസ് വോൾട്ടേജ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, VPH എന്ന് വെച്ചാൽ ഫേസ് വോൾട്ടേജ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഫേസ് വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ ഈ ഒരു ആറിന്റെ നോക്കാം, ആറിനും എന്നിനും അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, VRN ഈക്വൽ ടു, ഇനി അടുത്തത് ഏതാ, വൈക്കും എന്നിനും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, VYN. അടുത്തത് ഏതാ, VBN അല്ലെ. അപ്പൊ നമുക്ക് VRN ഈക്വൽ ടു VYN ഈക്വൽ ടു VBN ഈക്വൽ ടു എന്ത് കിട്ടി, ഫേസ് വോൾട്ടേജ്. അപ്പൊ ഒരു ഫേസിനും ന്യൂട്രലിനും അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും, ഫേസ് വോൾട്ടേജ് എന്ന് എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക്
ലൈൻ വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ലൈൻ വോൾട്ടേജിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് VL എന്നാണ്, ലൈൻ വോൾട്ടേജ്. ഓക്കെ, ഇതിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈൻസുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ രണ്ട് ഫേസുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും? ലൈൻ വോൾട്ടേജ്. അപ്പൊ നോക്കുക, ആറിനും വൈക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെ, അത് ലൈൻ വോൾട്ടേജ് ആണ്. ബിക്കും വൈക്കും അക്രോസ്, ഈ രണ്ട് ഫേസുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിന് ലൈൻ വോൾട്ടേജ്. അതുപോലെ ബിക്കും ആറിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് ആണ്. അപ്പൊ രണ്ട് ലൈനുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത് നമുക്ക് VBY അല്ലെ, അങ്ങനെ എഴുതാം. അടുത്തത് VBR. ഓക്കെ, ഇനി അടുത്തത് VRY. അപ്പോ രണ്ട് ഫേസുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും? ലൈൻ വോൾട്ടേജ് എന്നാണ് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ വോൾട്ടേജുമായിട്ട് റിലേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ കറണ്ട്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വോൾട്ടേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ് സ്റ്റാറിന്റെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കറണ്ടിനെ കുറിച്ച് പഠിക്കാം. അപ്പോ കറണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഡ് കണക്ഷൻ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ലോഡ് ഇതിലേക്ക് കണക്ഷൻ ചെയ്യാം. ഓക്കെ, നമ്മൾ 3 ലോഡുകൾ എന്ത് ചെയ്തു? കണക്ഷൻ ചെയ്തു അല്ലെ. 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസ് ലോഡ് നമ്മൾ എന്ത് ചെയ്തു? കണക്ഷൻ ചെയ്തു. ഇനി നമുക്ക് നോക്കാം ആദ്യം ലൈൻ കറണ്ട്. അപ്പൊ ലൈൻ കറണ്ട് എന്നത് ഓരോ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ കറണ്ട്. അപ്പൊ നോക്കൂ, ഇതൊരു ലൈനാണ് അല്ലെ, ഈ ലൈനിലൂടെ ഒഴുകുന്ന കറണ്ട്, ഈ ലൈനിലൂടെ ഒഴുകുന്ന കറണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. അപ്പൊ ഇതിൽ ഏത് ലൈൻ കറണ്ട് എന്ന് പറയുന്നത്? നോക്കിയേ, IR ഈക്വൽ ടു IY ഈക്വൽ ടു IB. ക്ലിയർ ആയോ? ഈക്വൽ ടു IL. അപ്പൊ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ കറണ്ട്. ഇനി അടുത്തത് നമുക്ക് ഏതാ? ഫേസ് കറണ്ട്. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ന്യൂട്രലിനും അക്രോസ്, ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും അക്രോസ് ഉള്ള അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയും? ഫേസ് കറണ്ട്. അപ്പൊ ഇതാണ് ഫേസ് കറണ്ട്. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, അതുപോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, അതുപോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഒഴുകുക, ഇതിലൂടെ അല്ലെ, ഇങ്ങനെ ഒഴുകുന്ന കറണ്ട് തന്നെയാണ് ഇതിലൂടെ ഒഴുകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, ഇതിലൂടെ ഒഴുകുന്നത് ZN, ഇതിലൂടെ എന്താണ്? IZN. അടുത്തതും IZN ഈക്വൽ ടു I ഫേസ്. ഇത് R, ഇത് Y, ഇത് B. അപ്പൊ ഓരോ ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസ് കറണ്ട്. ഇനി നമുക്ക് അത് തമ്മിലുള്ള ഫേസ് കറണ്ടും ലൈൻ കറണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ IR എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ വന്നു, ഇതിലൂടെ തന്നെ എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തു. അപ്പോ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സ്റ്റാർ കണക്ഷൻ എന്താണ്? സെയിം ആണ് അല്ലെ. ഇതിലൂടെ ഒഴുകുന്ന IR തന്നെയാണ് എന്ത് ചെയ്യുക? ഇതിലൂടെ ഒഴുകുന്നത്. ഇതിലൂടെ ഒഴുകുന്ന IY ആണ് ഇങ്ങോട്ട്, ഇതിലൂടെ ഒഴുകുന്ന IB തന്നെയാണ് ഈ ലോഡിലൂടെ എന്ത് ചെയ്യുക? ഒഴുകുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സ്റ്റാർ കണക്ഷനില് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്. ക്ലിയർ ആയോ? അപ്പൊ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ് ലൈൻ കറണ്ടും ഫേസ് കറണ്ട് എന്താണ്? സെയിം ആണ്. എവിടെ? സ്റ്റാർ കണക്ഷൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, ലൈൻ കറണ്ട് ഫേസ് കറണ്ടും സ്റ്റാർ കണക്ഷനും എന്താണ്? സെയിം ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോർമുല ആണ്, ഒന്നാമത്തെ. ഇനി അടുത്ത നോക്കാം, ഫേസ് വോൾട്ടേജ് അതേപോലെ ലൈൻ വോൾട്ടേജ്. നമുക്ക് ആദ്യം ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പൊ ലൈൻ വോൾട്ടേജ് നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് ലൈനുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുക? ഫേസ് വോൾട്ടേജ്. അപ്പൊ ഇതൊരു ഫേസ് വോൾട്ടേജ് ആണ്, ഇതൊരു ഫേസ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെ, അതുപോലെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്ത്? ഫേസ് വോൾട്ടേജ്. അപ്പൊ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ്. ക്ലിയർ ആയോ? അതായത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് ചെയ്യും?
ഡ്രോപ്പുകളുടെ സം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? VL ഈക്വൽ ടു √3 VPH. ഇതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ഫോർമുല. അപ്പൊ സ്റ്റാർ കണക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫൈനലായിട്ട് നമുക്ക് രണ്ട് ഫോർമുല കിട്ടി. ഫേസ് കറണ്ടും ലൈൻ കറണ്ടും എന്താണ്? സെയിം ആണ്. അതുപോലെ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ്. എന്ന് വെച്ചാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കില്ല ഇവിടെ, ഇത് രണ്ടിന്റെയും എന്തായിരിക്കും? വെക്ടർ സം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? VL ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് എന്ന് എഴുതാം. അതുപോലെ ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? VPH ഈക്വൽ ടു VL ഡിവൈഡ് ബൈ √3 എഴുതാം. ക്ലിയർ? അതിനേരം എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്താൽ മതി, ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. √3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഫേസ് വോൾട്ടേജ് കിട്ടും. അപ്പൊ ഇതാണ് സ്റ്റാർ കണക്ഷൻ.